മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026-27 ഫസ്റ്റ് ടേം എക്സാം ക്വസ്റ്റ്യൻ ആണ്. മലയാളം കേരള പാഠാവലിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിദാശുനി. സന്ദർഭത്തിൽ ഭഗിനി എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മകൾ, കാമുകി, ഭാര്യ, സഹോദരി. അതിലേതാണ് ശരിയായിട്ടുള്ളത്? സഹോദരിയാണ് ശരിയായ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തത്: അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടു കിട്ടിയതുപോലെ അനുഭവപ്പെട്ടു. അമ്മയ്ക്കുണ്ടായ ഈ മാറ്റത്തിന് കാരണമെന്താകാം? അമ്മേ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട്, വളരെ കാലമായി അമ്മേ എന്ന വിളി കേൾക്കാത്തത് കൊണ്ട്, അമ്മേ എന്ന വിളിക്ക് അർഹയല്ല എന്ന് തോന്നിയത് കൊണ്ട്, ഇതുവരെ ആരും അമ്മേ എന്ന് വിളിക്കാത്തത് കൊണ്ട്. എന്താണ് രണ്ടാമത്തെ ആൻസർ ആയിട്ട് വരുന്നത്? വളരെ കാലമായി അമ്മേ എന്ന വിളി കേൾക്കാത്തത് കൊണ്ട്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു. ആന ഡോക്ടർ അടിവരയിട്ട പ്രയോഗത്തിന്റെ സാന്ദർഭികാർത്ഥം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ കാഴ്ചകളെയും ഇരുട്ട് മറച്ചിരുന്നു. ഇരുട്ടിലും കാഴ്ചകൾ പ്രകടമായിരുന്നു. തിരശീലയിലെ കാഴ്ചകൾ അവ്യക്തമായിരുന്നു. ഇരുട്ടിൽ തിരശീല ഒട്ടും കാണാൻ കഴിയുന്നില്ല. ആൻസർ നോക്കാം. ഇരുട്ട് എന്ന സാന്ദർഭികാർത്ഥം ചോദ്യം തന്നെയാണ് മുകളിലുള്ളത്. ആൻസർ എല്ലാ കാഴ്ചകളെയും ഇരുട്ട് മറച്ചിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. എല്ലാ കാഴ്ചകളെയും ഇരുട്ട് മറച്ചിരുന്നു. ഇനി അടുത്തത്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏത്? പ്രയാസമില്ല, പ്രയാസമില്ല. തീർച്ചയാണ്, തീർച്ച ആണ്. അനേകമുണ്ട്, അനേകം ഉണ്ട്. വീട്ടിലുള്ളത്, വീട് ഉള്ളത്. 2 മാത്രം ശരി, 1ഉം 4ഉം ശരി, 2ഉം 3ഉം ശരി, 3 മാത്രം ശരി. ഏതാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. നാലാമത്തതിന്റെ ആൻസർ 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉം ശരിയായിട്ടുള്ളത്. ഒന്നാമത്തത് പ്രയാസമില്ല തെറ്റ്, തീർച്ചയാണ് തെറ്റ്, അനേകമുണ്ട് എന്നുള്ളത് ശരി, വീട്ടിലുള്ളത് എന്നുള്ളത് തെറ്റ്. തീർച്ചയാണെന്നുള്ള അനേകമുണ്ട് എന്നുള്ള 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിരസമായി തീരാവുന്ന വസ്തുക്കൾ പോലും ബഷീറിന്റെ അനുഗൃഹീതമായ തൂലികയുടെ സ്പർശനത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞത്. അഞ്ചാമത്തെ ചോദ്യം. ഈ നിരീക്ഷണത്തോട് പൂർണ്ണമായി യോജിക്കാം. സാധാരണ ജീവിതത്തിലെ വിരസവും നിസ്സാരവുമായ സംഭവങ്ങളെപ്പോലും ബഷീർ തന്റെ ഹാസ്യവും ലാളിത്യവും നിരീക്ഷണ പാടവവും കൊണ്ട് രസകരമാക്കുന്നു. സാധാരണ മനുഷ്യരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും സ്വാഭാവികമായി അവതരിപ്പിക്കുന്നതാണ് ബഷീറിന്റെ രചനകളുടെ പ്രത്യേകത. അതിനാൽ വിരസമായ വസ്തുതകൾ പോലും വായനക്കാരന് ആസ്വാദ്യകരമാകുന്നു. ഇനി ആറാമത്തെ ചോദ്യമാണ്. കറ്റക്കാർ കൂന്തൽ മൂളി തല വഴി മുറ്റുമാംസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ. വരികളിലെ കാവ്യഭംഗി കണ്ടെത്തി എഴുതുക എന്നാണ് ചോദ്യം. ആറാമത്തത് വരികളിലെ കാവ്യഭംഗി. സ്ത്രീ സൗന്ദര്യത്തിന്റെ മനോഹരമായ ചിത്രം വരികളിൽ കാണാം. ക, ച, മ തുടങ്ങിയ അക്ഷരങ്ങളുടെ ആവർത്തനം കാവ്യത്തിന് സംഗീതാത്മകത നൽകുന്നു. ദൃശ്യബിംബങ്ങളുടെ സഹായത്തോടെ സ്ത്രീയുടെ രൂപഭംഗി മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രാസഭംഗി, ഉപമ, രൂപകം തുടങ്ങിയ അലങ്കാരങ്ങളുടെ സാന്നിധ്യം കാവ്യഭംഗി വർദ്ധിപ്പിക്കുന്നു.
ലയാത്മകമായ പദപ്രയോഗവും വർണ്ണനാഭംഗിയും വരികളെ ആസ്വാദ്യകരമാക്കുന്നു. 7-ാമത്തെ ചോദ്യം. പണമൊന്നും വേണ്ട, ഞാൻ എത്തിക്കാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. കഥാസന്ദർഭങ്ങളിൽ നിന്ന് ടാക്സി ഡ്രൈവറുടെ മനോഭാവം കണ്ടെത്തി എഴുതുക. ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഊരുചുറ്റലിനു ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ എന്തു ശാന്തതയാണ് കിട്ടുക. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച കുടുംബ സാഹചര്യങ്ങൾ എന്തെല്ലാം? അതിനെക്കുറിച്ചിട്ട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 7-ലെ എയും ബിയും ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ടാക്സി ഡ്രൈവറുടെ വാക്കുകളിൽ പ്രകടമാകുന്നത് മനുഷ്യത്വവും കരുണയും സഹാനുഭൂതിയും സഹായ മനോഭാവവുമാണ്. പണം വാങ്ങാതെ വൃദ്ധയായ അമ്മയെ മക്കളുടെ അടുത്തെത്തിക്കാമെന്ന് അയാൾ പറയുന്നു. സ്വന്തം സമയവും അധ്വാനവും പരിഗണിക്കാതെ ഒരു വൃദ്ധയുടെ വിഷമം മനസ്സിലാക്കി സഹായിക്കാൻ തയ്യാറാകുന്നു. അപരിചിതരോട് പോലും സ്നേഹവും കരുതലും കാണിക്കുന്ന മഹത്തായ മനസ്സിൻ്റെ ഉടമയാണ് ടാക്സി ഡ്രൈവർ. അടുത്തത് 7-ലെ ബി ആണ്. ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച കുടുംബ സാഹചര്യങ്ങൾ. കുടുംബത്തിലെ നിരന്തരമായ ബഹളവും വഴക്കും സാമ്പത്തിക പ്രശ്നങ്ങളും പരസ്പരമുള്ള അസ്വാരസ്യങ്ങളും ബഷീറിന് അസ്വസ്ഥതയുണ്ടാക്കി. വീട്ടിലെല്ലാവരും തങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളുമായി ഇടപെടുന്നതും സമാധാനപരമായ അന്തരീക്ഷത്തിൻ്റെ അഭാവവും അദ്ദേഹത്തെ അശാന്തനാക്കി. അതുകൊണ്ടാണ് ശാന്തിയും ഏകാന്തതയും തേടി ബഷീർ അവിടെ എത്തിയത്. ഇനി 8-ാമത്തെ ചോദ്യം നോക്കാം. 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. കളിക്കു വേണ്ടത് കിളിക്കൂടെന്നു നാം പറഞ്ഞു പറ്റിപ്പൂ കിളിയെ നമ്മളെ. കിളിക്കുണ്ടാകാശം കിളിക്കൂടായി അതിലുറങ്ങുവാൻ വിടില്ലൊരു കിളിയെയും. വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ടുവാനിൽ പറന്നു നടക്കട്ടെ. കാൺമതുണ്ടതാ തെല്ലകലത്തിലെൻ ജന്മഭൂമിയാം കാനനം മോഹനം. തന്നിരിക്കുന്ന കാവ്യഭാഗത്തിലെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. താരതമ്യക്കുറിപ്പാണ്. ഒരു കാവ്യഭാഗങ്ങളും സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹവും ഇരു കാവ്യഭാഗങ്ങളും സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹവും ബന്ധനത്തോടുള്ള എതിർപ്പും അവതരിപ്പിക്കുന്നു. കിളിയുടെ സ്വാഭാവിക ലോകം ആകാശവും വിശാലവുമായ പ്രകൃതിയുമാണ്. കൂട്ടിലടച്ച് അതിനെ സംരക്ഷിക്കുന്നുവെന്ന മനുഷ്യൻ്റെ ധാരണ തെറ്റാണെന്ന് ആദ്യ കാവ്യഭാഗം സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ കാവ്യഭാഗത്തിൽ കൂട്ടിൽ നിന്ന് മോചിതയായി ആകാശത്തിലൂടെ പറന്ന് ജന്മഭൂമിയായ കാനനത്തിലെത്താനുള്ള ആഗ്രഹമാണ് പ്രകടമാകുന്നത്. അതിനാൽ സ്വാതന്ത്ര്യം ജീവൻ്റെ സ്വാഭാവിക അവകാശമാണെന്നും പ്രകൃതിയോടുള്ള ബന്ധമാണ് യഥാർത്ഥ ജീവിതമെന്നും ഇരു കവിതകളും വ്യക്തമാക്കുന്നു. 9-ാമത്തെ ചോദ്യം. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി, എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി. ഇപ്പോൾ തന്നെക്കൊണ്ട് ആർക്കും ഒരാവശ്യവുമില്ലാതായി. കറുത്ത കാറന് അതറിയാമായിരുന്നു. അമ്മയുടെ ഒറ്റപ്പെടലിൻ്റെ തീവ്രത കഥാകാരി അവതരിപ്പിച്ചിരിക്കുന്നതെങ്ങനെ? നൽകിയ സന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അമ്മയുടെ ഒറ്റപ്പെടലിൻ്റെ തീവ്രത. അമ്മ തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കുടുംബത്തിനായി സമർപ്പിച്ച വ്യക്തിയാണ്. കുട്ടികളെ വളർത്താനും പരിപാലിക്കാനും അവർ ചെയ്ത ത്യാഗങ്ങൾ എത്ര എന്ന പദത്തിൻ്റെ ആവർത്തനത്തിലൂടെ കഥാകാരി വ്യക്തമാക്കുന്നു. എന്നാൽ കുട്ടികൾ വളർന്ന് കുടുംബജീവിതത്തിലേക്ക് കടന്നപ്പോൾ അമ്മയെ ആർക്കും ആവശ്യമില്ലാതായി. ഒരിക്കൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്ന അമ്മ ഇപ്പോൾ ആർക്കും ആവശ്യമില്ലാത്തവളായി മാറുന്നു.
ഭൂതകാലത്തിലെ തിരക്കേറിയ ജീവിതവും വർത്തമാനത്തിലെ ഏകാന്തതയും തമ്മിലുള്ള വൈരുദ്ധ്യം അമ്മയുടെ ഒറ്റപ്പെടലിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. അമ്മയുടെ മനസ്സിനെ വേദനയും അവഗണനയും വളരെ ഹൃദയസ്പർശിയായി കഥാകാരി അവതരിപ്പിക്കുന്നു. 10-ാമത്തെ ചോദ്യം. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴു മാര്യന്മാർ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. രണ്ട് രചനാഭാഗങ്ങളിലും തെളിയുന്ന അക്കാലത്തെ സാമൂഹികാവസ്ഥ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. രണ്ട് രചനാഭാഗങ്ങളിലും അക്കാലത്തെ ജാതീയമായ ഉച്ചനീചത്വവും അയിത്തവും സാമൂഹിക അസമത്വവും വ്യക്തമായി കാണാം. ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാരിൽ നിന്ന് വെള്ളം വാങ്ങാൻ പോലും മടിയുണ്ടായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനു പോലും വിലക്കുണ്ടായിരുന്നു. ജാതിയുടെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുകയും അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തിരുന്ന അനീതിയായ സാമൂഹിക വ്യവസ്ഥയെയാണ് ഈ രചനകൾ വിമർശിക്കുന്നത്. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന മാനസിക സന്ദേശമാണ് ഇതിന് പകരം ഉയർത്തിപ്പിടിക്കുന്നത്. 11-ാമത്തെ ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ വായിച്ചും പഠിച്ചും പ്രൊഫസർ M.K. സാനു തയ്യാറാക്കിയ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് പാത്തുമ്മയുടെ ആട്, ഒരു സത്യമായ കഥ എന്ന പാഠഭാഗം. ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം വായിച്ചപ്പോഴുണ്ടായ ചിന്തകളും നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി വായനാക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 11-ലെ A ക്വസ്റ്റ്യൻ നോക്കാം. ബാല്യകാലസഖി വായനാക്കുറിപ്പ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്ത കൃതിയായ ബാല്യകാലസഖി വായിച്ചപ്പോൾ ഏറെക്കാലം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ് ലഭിച്ചത്. മജീദിന്റെയും സുഹറയുടെയും ജീവിതത്തിലൂടെ സ്നേഹത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ജീവിത വേദനകളുടെയും വിവിധ തലങ്ങൾ കൃതി അവതരിപ്പിക്കുന്നു. ലളിതമായ ഭാഷയും സ്വാഭാവികമായ സംഭാഷണങ്ങളും കഥാപാത്രങ്ങളുടെ മനസ്സിനോട് അടുത്തു നിൽക്കുന്ന അവതരണവുമാണ് കൃതിയുടെ പ്രത്യേകത. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ബഷീർ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. സ്നേഹത്തിന്റെ മഹത്വവും ജീവിതത്തിന്റെ അനിശ്ചിതത്വവും തിരിച്ചറിയാൻ ഈ കൃതി സഹായിച്ചു. മനുഷ്യബന്ധങ്ങളുടെ ആഴവും സ്നേഹത്തിന്റെ വിലയും തിരിച്ചറിയാൻ സഹായിച്ച മികച്ച വായനാനുഭവമാണ് ബാല്യകാലസഖി. 11-ലെ B ക്വസ്റ്റ്യൻ. ചൂരു നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിന്റെ കാതിൽ ഒഴിക്ക്. കുട്ടിയാണ്, കാത് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും, ഡോക്ടർ പറഞ്ഞു. നൽകിയ സന്ദർഭങ്ങളും പാഠഭാഗങ്ങളും വിശകലനം ചെയ്ത് ഡോക്ടർ കെയുടെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുക. ഡോക്ടർ കെ സ്വഭാവ സവിശേഷതകൾ. ഡോക്ടർ കെ മനുഷ്യത്വവും കരുണയും ഉത്തരവാദിത്വബോധവുമുള്ള വ്യക്തിയാണ്. ആനയുടെ അവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷമാണ് അദ്ദേഹം ചികിത്സ നിർദ്ദേശിക്കുന്നത്. ആനയുടെ വേദന മനസ്സിലാക്കി ഉടൻ സഹായം നൽകാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ശാന്തത, നിരീക്ഷണ പാടവം, സേവന മനോഭാവം, ജീവജാലങ്ങളോടുള്ള സ്നേഹം എന്നിവ പ്രകടമാണ്. പ്രതിസന്ധി ഘട്ടത്തിലും പരിഭ്രമിക്കാതെ പ്രായോഗികമായി ഇടപെടുന്ന വ്യക്തിയാണ് ഡോക്ടർ കെ. 12-ാമത്തെ ചോദ്യം. ഒന്നല്ലി നാമയി സഹോദരല്ലി പൂവേ, ഒന്നല്ലി കൈഹ രചിച്ചതു നാമെല്ലാം. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ട ഹോ, ഭീതി വേണ്ട തരികയെനിക്കു നീ.
കാലദേശാതീതമായ സാഹോദര്യഭാവമാണ് ആശാൻ കവിതകളിൽ തെളിയുന്നത്. നൽകിയ രചനാഭാഗങ്ങളും സംസ്കൃതഹാരങ്ങൾ എന്ന പാഠഭാഗവും വിശകലനം ചെയ്ത് കുമാരനാശാന്റെ കൃതികളിലെ സാഹോദര്യ സങ്കല്പം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അല്ലെങ്കിൽ ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. കവിത തന്നിട്ടുണ്ട്. ഇനി എനിക്കാരുമില്ലെന്നു തോന്നുമ്പോൾ, ഇനി എനിക്കാരുമില്ലെന്നു തോന്നുമ്പോൾ അരനിമേഷമീ മണ്ണിനെ നോക്കുക. നിറവെളിച്ചമായി കൈനീട്ടി നിൽപ്പുണ്ട് പ്രണയകോടികൾ സഹോദരർ. വഴിയിറമ്പിലെ പുല്ലുകൾ, പൂവുകൾ, പുഴയിലായിരം നക്ഷത്രമീനുകൾ, ഋതുലയം ചേർത്ത് പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം നീളെ പൂമ്പാറ്റകൾ, കടലിലുണ്ട് നാം കാണാത്തൊരായിരം ഹൃദയസോദരർ, മണ്ണിനെ കാത്തവർ, ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു. ഇനി നമുക്കാരു വേണമീ ഭൂമിയിൽ, നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ. നിബിഡ കാനനം ഇടതൂർന്ന കാട്. ആലങ്കോട് ലീലാകൃഷ്ണൻ. ആശയം, ഇതിൻ്റെ ആശയം, അതായത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ 12-ലെ എയും ബിയും ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. കുമാരനാശാന്റെ കൃതികളിൽ മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും വലിയ സ്ഥാനമാണുള്ളത്. ജാതി, മതം, സമ്പത്ത് തുടങ്ങിയ വ്യത്യാസങ്ങൾ മനുഷ്യരെ വേർതിരിക്കരുതെന്നാണ് ആശാന്റെ നിലപാട്. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന വിശാലമായ മാനവികതയാണ് അദ്ദേഹത്തിന്റെ സാഹോദര്യ സങ്കല്പത്തിന്റെ അടിസ്ഥാനം. വീണപൂവ് പോലുള്ള കൃതികളിൽ ജീവിതത്തിന്റെ നശ്വരതയും മനുഷ്യരുടെ സമത്വവും വ്യക്തമാകുന്നു. സുഹൃതഹാരങ്ങൾ എന്ന കൃതിയിലെ ആശയങ്ങളിലും ജാതി വ്യത്യാസങ്ങളെ മറികടക്കുന്ന സഹോദര ഭാവം പ്രകടമാണ്. ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം നൽകുന്നതിന് മുമ്പ് അവന്റെ ജാതി അന്വേഷിക്കുന്ന സാമൂഹിക അനീതിയെ ആശാൻ ചോദ്യം ചെയ്യുന്നു. ആശാന്റെ സാഹോദര്യം കാലദേശാതീതമായ മനുഷ്യസ്നേഹമാണ്. മനുഷ്യരെല്ലാം ഒരേ സമൂഹത്തിലെ അംഗങ്ങളാണെന്നും പരസ്പരം സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും പെരുമാറണമെന്നും അദ്ദേഹത്തിന്റെ കൃതികൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടു തന്നെ ആശാന്റെ സാഹോദര്യ സങ്കല്പത്തിന് ഇന്നും വലിയ പ്രസക്തിയുണ്ട്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നോക്കുന്നത്. കവിതാസ്വാദനം. സ്നേഹബന്ധങ്ങളുടെ വിശാല ലോകം. ഇനി എനിക്കാരുമില്ലെന്നു തോന്നുമ്പോൾ എന്ന ആലങ്കോട് ലീലാകൃഷ്ണന്റെ കവിതയിൽ ഏകാന്തത അനുഭവിക്കുന്ന മനുഷ്യന് പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും നൽകുന്ന സ്നേഹവും ആശ്വാസവുമാണ് അവതരിപ്പിക്കുന്നത്. തനിക്ക് ആരുമില്ലെന്ന് തോന്നുന്ന നിമിഷത്തിൽ ചുറ്റുമുള്ള മണ്ണും പുല്ലും പൂക്കളും പക്ഷികളും പൂമ്പാറ്റകളും പുഴയും കടലുമെല്ലാം തൻ്റെ ബന്ധുക്കളാണെന്ന് കവി തിരിച്ചറിയുന്നു. പ്രകൃതി മുഴുവൻ സ്നേഹബന്ധങ്ങളുടെ വിശാലമായ ലോകമാണെന്ന ആശയമാണ് കവിത മുന്നോട്ട് വയ്ക്കുന്നത്. ലളിതമായ ഭാഷയും മനോഹരമായ
പ്രകൃ പ്രകൃതിബിംബങ്ങളും കവിതയുടെ ആസ്വാദന ഭംഗി വർദ്ധിപ്പിക്കുന്നു. നിറവെളിച്ചമായി കൈനീട്ടി നിൽപ്പുണ്ട് പ്രണയകോടികൾ ജീവസഹോദരർ. ഏകാന്തതയിൽ തളരാതെ ചുറ്റുമുള്ള ജീവജാലങ്ങളെയും പ്രകൃതിയെയും സ്നേഹത്തോടെ കാണാനുള്ള സന്ദേശം കവിത നൽകുന്നു. ഇന്നത്തെ ഒറ്റപ്പെടലുകളും മാനസിക സമ്മർദ്ദങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ ഈ കവിതയ്ക്ക് ഏറെ സമകാലിക പ്രസക്തിയുണ്ട്. മനുഷ്യൻ ഒറ്റയ്ക്കല്ലെന്നും ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുമായും തനിക്ക് ബന്ധമുണ്ടെന്നും കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.